ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈസി ഹൽവ റെസിപ്പിയാണേ. അതൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്താലോ. കുറഞ്ഞ ചേരുവകൾ മാത്രമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ്. ഹൽവ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എടുക്കുന്നത് 1 കപ്പ് കോൺഫ്ലവർ ആണേ. നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ അളവ് എടുക്കുന്നത് വെച്ചാൽ അതേ സെയിം പാത്രത്തിലാണ് നമ്മൾ കോൺഫ്ലവർ ആയാലും ഷുഗർ ആയാലും വെള്ളമായാലും ഒക്കെ അളന്നെടുക്കേണ്ടത്. ഇതിപ്പോൾ 1 കപ്പ് കോൺഫ്ലവറിന് 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം എടുത്തു വെച്ച 2 കപ്പ് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളവും ഫുള്ളായി ഒഴിച്ച് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഞാനിവിടെ 2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ കോൺഫ്ലവർ എടുത്ത സെയിം കപ്പ് അളവിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഷുഗറും എടുത്തിട്ടുള്ളത്. അതേ കപ്പ് അളവിൽ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഷുഗർ മെൽറ്റാവുന്നവരെ നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷുഗറൊക്കെ മെൽറ്റായി നന്നായി തിള വന്നതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഒന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ജെല്ലി ടൈപ്പ് ആവും. ഇതുപോലെ ഒന്ന് കട്ടിയായി വരുന്ന ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഇതിലേക്ക് മെൽറ്റ് ആവുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗീ ഒന്ന് നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഏത് കളറാണോ അവൈലബിൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് കാഷ്യൂസ്, റേസിൻസ്, പിന്നെ ക്രഷ് ചെയ്ത് വെച്ച കുറച്ച് പിസ്താഷ്യോ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നിങ്ങൾ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ നട്ട്സ് ആയാലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയാലും ഈ ഹൽവയിൽ കാണുമ്പോൾ ഒരു ടേസ്റ്റിൻ്റെ മാത്രമല്ല കാണാനും നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. നമുക്ക് വേണമെങ്കിൽ എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. ഇത് കണ്ടില്ലേ, പാത്രത്തിന് ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഇതിങ്ങനെ റൗണ്ടിൽ കറങ്ങി വരുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഞാനിവിടെ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സും റൈസിൻസൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായി കൂളായതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരു 1/2 മണിക്കൂർ മതി, നമുക്കിത് കൂളായി കിട്ടും. ഞാൻ ഇത്തിരി കൂടി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിത് മുഴുവനായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കാണാനൊരു ജെല്ലി ടൈപ്പ് പോലെയൊക്കെയാണ്, എന്നാലും നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം. വെരി സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്